ഗോസ്റ്റ് ഓഫ് ദി ഉച്ചിഹ വേഴ്സസ് ദി ഹോണേഡ് വൺ. ഓഹായോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നറൂട്ടോ സീരീസിലെ വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ക്യാരക്ടറായിട്ടുള്ള മദാര ഉച്ചിഹയും നമ്മുടെ ജുജുത്സു കൈസണിലെ വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ക്യാരക്ടറായിട്ടുള്ള ഗോജു സത്തേറോയും തമ്മിലുള്ള ഫൈറ്റ് എക്സ്പ്ലനേഷനുമായിട്ടാണ്. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പറയുന്ന ഏത് കണ്ടൻറ്റും നമ്മൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോയുടെ ഐഡി സജസ്റ്റ് ചെയ്യുന്നത് ഇവരാണ്. സോ കുഡോസ് ടു യു. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന മദാര ജൂബി ധാരയാണ്. അതായത് 10 ടൈൽ ജിഞ്ചിരിക്കായിട്ടുള്ള മദാരയാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ബേസ് മദാരയ്ക്ക് നമ്മുടെ ഗോജോയുടെ ഇൻഫിനിറ്റി ബൈപ്പാസ് ചെയ്യാൻ കഴിയുമെന്ന്. സോ നമ്മൾ എടുക്കാൻ പോകുന്ന മദാര ജൂബി ധാരയാണ്. കൂടാതെ തന്നെ ഇത് എൻ്റെ ഒപ്പീനിയനാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ഗോജോയുടെ പവേഴ്സ് നോക്കാം. ഒബ്വിയസ്ലി ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഫിനിറ്റി, പുള്ളിയുടെ ഡൊമൈനായിട്ടുള്ള ഇൻഫിനിറ്റ് വോയിഡ്, 6 ഐസ്, ഹോളോ പർപ്പിള്, റെഡും ബ്ലൂവും, ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന പവേഴ്സ് മാത്രമേ നമ്മുടെ ഗോജോയ്ക്ക് വരുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ 10 ടൈൽ മദാര അതായത് ജൂബിധാരയുടെ പവേഴ്സ് നോക്കാം. പുള്ളിയുടെ ബേസ് സ്റ്റാറ്റ്സ് ഒക്കെ കിടക്കുന്നത് ഗോ ടയറിലാണ്. അതായത് സ്പീഡ്, റീജനറേഷൻ, ഡ്യൂറബിലിറ്റി ഇതൊക്കെ കിടക്കുന്നത് വേറെ ലെവലായിട്ടാണ്. നെക്സ്റ്റ് പുള്ളിക്ക് സ്പെഷ്യലായിട്ട് വരുന്ന അറ്റാക്സ് നോക്കാം. ട്രൂത്ത് സീക്കിംഗ് ഓപ്സ് വരുന്നുണ്ട്. കൂടാതെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ലിംബോ ക്ലോൺസ് അതായത് ഇൻവിസിബിൾ ആയിട്ടുള്ള ക്ലോൺസ് വരുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി പ്ലാനറ്ററി ഗെഞ്ചിറ്റ്സു ആയിട്ടുള്ള ഇൻഫിനിറ്റ് സുക്യൂമി. കൂടാതെ തന്നെ റെയ്നഗൻ, ഷരിങ്കൻ ഒക്കെ വരുന്നുണ്ട്. പിന്നെ റെയ്ന ഷരിങ്കൻ വരുന്നുണ്ട് നമ്മുടെ മദാരയ്ക്ക്. ഇനി നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ, മദാരയ്ക്ക് ഗോജോയെ ടച്ച് ചെയ്യാൻ സാധിക്കുമോ? അതായത് കൈൻ മദാര ബൈപ്പാസ് ഇൻഫിനിറ്റി. സോ നമുക്കത് നോക്കാം. ട്രൂത്ത് സീക്കിംഗ് ഓപ്സ് ഡിബേറ്റബിൾ ആണ്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ബ്ലോക്ക്ഡ്. അതായത് നമ്മുടെ ഇൻഫിനിറ്റി കടക്കാനും സാധിക്കില്ല. നെക്സ്റ്റ് ഫിസിക്കൽ അറ്റാക്സ് ഒബ്വിയസ്ലി ബ്ലോക്ക്ഡ് ആണ്. ആൻഡ് ലാസ്റ്റ് ലിംബോ ക്ലോൺസ്. ഇവിടെയാണ് ഡിബേറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു ലിംബോ ക്ലോൺസിന് ഇൻഫിനിറ്റി ബൈപ്പാസ് ചെയ്യാൻ കഴിയുമെന്ന്. കാരണം ലിംബോ ക്ലോൺസ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള പ്ലാനറ്ററി ക്ലോൺസ് ആണ്. സോ എനിക്ക് തോന്നുന്നു ഗോജോന് ഇൻഫിനിറ്റി ബൈപ്പാസ് ചെയ്യാൻ ഇതിന് കഴിയുമെന്ന്. നെക്സ്റ്റ് ഗോജോയുടെ വിൻ കണ്ടീഷൻസ് നോക്കാം. പുള്ളിയുടെ മെയിൻ വിൻ കണ്ടീഷൻ ഒബ്വിയസ്ലി പുള്ളിയുടെ ഡൊമൈനാണ് ഇൻഫിനിറ്റ് വോയിഡ്. അത് യൂസ് ചെയ്ത് നമ്മുടെ മദാരയുടെ മൈൻഡിൽ ഇൻഫർമേഷൻ നിറയ്ക്കുക എന്നുള്ളതാണ് ഗോജോയുടെ മെയിൻ അറ്റാക്ക്. അതാണ് ഗോജോയുടെ വിൻ കണ്ടീഷൻ. നെക്സ്റ്റ് നോൺ ഫിസിക്കൽ വിൻ കണ്ടീഷൻസ് നോക്കാം. മദാരയുടെ ഒബ്വിയസ്ലി ഗെഞ്ചിറ്റ്സു ആണ്. പ്ലാനറ്ററി ഗെഞ്ചിറ്റ്സു ഇൻഫിനിറ്റ് സുക്യോമി വെച്ചിട്ട് ഗോജോയെ അതിൽ ട്രാപ്പാക്കാം. ഗോജോക്ക് ഗെഞ്ചിറ്റ്സുവിനെതിരായിട്ടുള്ള ഒരു റെസിസ്റ്റൻസും പറയുന്നില്ല. കാരണം രണ്ട് യൂണിവേഴ്സൽ ക്യാരക്ടേഴ്സാണ്. സോ അങ്ങനെയാണ് വരുന്നത്. സോ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്. അതായത് ഗെഞ്ചിറ്റ്സു വെച്ച് ഗോജോയെ ട്രാപ്പാക്കിയാൽ നമ്മുടെ മദാര വിൻ ചെയ്യും. നമ്മുടെ ഗോജോക്കുള്ള ആകെ വിൻ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇവിടെ ഡൊമൈൻ വെച്ചിട്ട് മദാരയുടെ മൈൻഡിൽ ഇൻഫർമേഷൻ ഇറക്കുക എന്നുള്ളതാണ്. മദാരയുടെ സ്പീഡ് കാരണം നമ്മുടെ ഹോളോ പർപ്പിൾ വർക്കാവില്ല. കൂടെ തന്നെ റെഡും ബ്ലൂ എന്തായാലും വർക്കാൻ ചാൻസ് ഇല്ല. അതൊക്കെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. തന്നെ ഇതൊക്കെ ഒരു പ്രൊഡിക്ഷനാണ്. ഓക്കെ, ഇത് എവിടെയും അതായത് ഇത് പ്രൂവ്ഡ് ഒന്നും അല്ല. അതായത് ലിംബോ ക്ലോൺസിന് ഇപ്പോൾ ഇൻഫിനിറ്റി ബൈപ്പാസ് ചെയ്യാതിരിക്കാനും കഴിയും. ഗെഞ്ചിറ്റ്സുവിൽ ഗോജോനെ ഇടാതിരിക്കാനും കഴിയും. പിന്നെ നമ്മുടെ ഗോജോയുടെ ഡൊമൈൻ വർക്കാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ടുപേരും 2 യൂണിവേഴ്സിലെ ക്യാരക്ടേഴ്സാണ്. സോ ഉള്ള ഇൻഫർമേഷൻ വെച്ച് ഞാൻ 2 പേർക്കും വിൻഡായിട്ട് കൊടുക്കുകയാണ്. ഞാൻ മദാരയ്ക്ക് 70%, നമ്മുടെ ഗോജോക്ക് ഞാൻ 30% കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടാതെ തന്നെ നമ്മുടെ ചാനലിൽ ജുജുത്സു കൈസൺ, ഡീമൺ സ്ലെയർ, നറൂട്ടോ, വൺ പീസ് പോലെയുള്ള അനിമേഷൻ്റെ വീഡിയോസൊക്കെ കിടപ്പുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടാവും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.